സഭയുടെ നിലപാട് എന്നതിനേക്കാൾ ഉപരി ഈ പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണത്. ESA വിഷയം ഇപ്പോഴും കത്തി നിൽക്കുന്നൊരു വിഷയം തന്നെയാണ്. കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വുമൻ വി വുമൻ റിപ്പോർട്ടിനകത്ത് അപാകതകളുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിനകത്ത് ഒത്തിരിയേറെ പ്രദേശങ്ങൾ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും ഉൾപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പുതിയ ജിയോ കോർഡിനേറ്റ്സ് അത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് വരുന്നത്. കാരണം വുമൻ വി വുമൻ റിപ്പോർട്ടിനകത്ത് പ്രത്യേകിച്ചും ഇടുക്കി പ്രദേശത്തുള്ള ധാരാളം ജനവാസ മേഖലകൾ, ഒരുപാട് പ്രദേശങ്ങൾ വനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അത് റെഡ് സോണായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പുതിയ ജിയോ കോർഡിനേറ്റ്സ് അത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് വനം പരിസ്ഥിതി മന്ത്രാലയം അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കുകയാണ് വേണ്ടത്. അത് കേരളത്തിന് വേണ്ടി തന്നെ പെട്ടെന്നൊരെണ്ണം പുറപ്പെടുവിക്കണമെന്നല്ല, പൊതുവായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ കാര്യങ്ങൾ വേണ്ടവിധം പരിഗണിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതിന് തീർച്ചയായിട്ടും എംപിമാരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഒരുമിച്ച് നിൽക്കണം. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കണം. ഇത് ജനത്തിൻ്റെ ഒരു വലിയ അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ വനത്തിൽ അകപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ESAയുടെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് വുമൻ ബി വുമൻ റിപ്പോർട്ടാണ് ശരി എന്നുള്ള ഒരു നിലപാട് അത് തിരുത്തേണ്ടതാണ്. അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ കുറഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒത്തിരിയേറെ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ ധാരാളം ഭാഗങ്ങൾ വനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ESAയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്തി ഇപ്പോൾ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ നൽകിയിരിക്കുന്ന പുതിയ കൃത്യമായിട്ടുള്ള ഭൂവിഭാഗങ്ങൾ വനം പൂർണ്ണമായിട്ടും ജനവാസ മേഖലകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വനപ്രദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ആ ക്രമപ്രകാരമുള്ള പുതിയ ജിയോ കോർഡിനേറ്റ്സ് അത് കൃത്യമായിട്ട് അംഗീകരിക്കാനും അതിന് പ്രകാരം ഫൈനൽ നോട്ടിഫിക്കേഷൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനും സത്വരമായൊരു നടപടിയെടുക്കണം. അതിന് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ഉണ്ടാവണം. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, MLAമാരും MP മാരും ഒക്കെ ഒരേ നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനെ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കണം. മറ്റു പല സംസ്ഥാനങ്ങൾക്കും അത് ഒരുമിച്ച് നിന്നുകൊണ്ട് വേണ്ട വിധം നിർവഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരളം ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു. അതിന് ജനപ്രതിനിധികൾ ഈ ഒറ്റ ആശയത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമായിരിക്കും ഇതിനുള്ള സൊല്യൂഷൻ എന്ന് ഞാൻ കരുതുന്നു.